ഹായ് ഫ്രണ്ട്സ്, ദീപ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒരു മോഡൽ കട്ടിങ് ഡ്രസ്സ് കട്ട് ചെയ്യുന്ന സ്റ്റിച്ചിങ്ങും ആണ് പറയുന്നത്. ഇതിൻ്റെ വീഡിയോയുടെ കട്ടിങ് പാർട്ട് നമ്മൾ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുക്കുന്നതാണ്. മാത്രമല്ല ഇതിൽ കട്ടിങ് പാർട്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരുപാട് മോഡൽസ് ഒന്നിച്ചാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ഒരേ ഒരു മോഡൽ മാത്രമുള്ള കട്ടിങ് അല്ല നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഈ ഡ്രസ്സ് കട്ട് ചെയ്തിരിക്കുന്നത് 3 പാറ്റേണിലാണ്. അതായത് നമ്മളിതിൽ പ്ലീറ്റഡ് ഫ്രോക്ക് എങ്ങനെ തയ്ക്കുക എന്നുള്ള രീതിയിൽ ഫ്രോക്ക് തയ്ക്കുന്ന രീതി ഇതിനകത്തുനിന്ന് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിനകത്ത് പ്രിൻസസ് കട്ട് കുർത്തി എങ്ങനെ തയ്ക്കുക എന്നുള്ള മോഡലും പഠിക്കാൻ പറ്റും. അതുപോലെ യോക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള മോഡൽസ് എങ്ങനെ ചെയ്യണേ അതും പഠിക്കാൻ പറ്റും. പോരാത്തതിന് അംബർല കട്ട്, അതായത് കേപ്പ് കുർത്തി കട്ടിങ്ങും എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതും നമുക്ക് ഇതിനകത്തുനിന്ന് പഠിക്കാൻ പറ്റും. അത്രയും മോഡൽസ് ചേർന്നിട്ടാണ് ഈ ഒരു ഒറ്റ മോഡൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് മോഡൽസ് ഒന്നിച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ തമ്പനയിൽ കണ്ടിരിക്കുന്നത് പോലെ നെക്ക് അംബർല മോഡലാണ്. അത് കേപ്പ് കുർത്തി കട്ടിങ് സ്റ്റിച്ചിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ഫ്രോക്ക് തയ്ക്കുന്ന രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മാത്രമല്ല നമ്മൾ ഇത് ഓരോ മെഷർമെൻറ്റ്സും എടുക്കുന്നത് ഓരോ ആളുകളുടെ ബോഡി ലാംഗ്വേജിനനുസരിച്ച് എടുക്കുന്ന അളവ് എത്രയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. പോരാത്തതിന് നമ്മൾ വണ്ണം കൂടുതലുള്ളവർക്കും മെലിഞ്ഞവർക്കും ഏതാണ് പെർഫെക്റ്റ് ആയിരിക്കുക, അതിലെങ്ങനെ ചെയ്താലാണ് കൂടുതൽ ഭംഗിയായിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എടുത്തു വച്ചിരിക്കുന്ന താഴ്ഭാഗത്തേക്ക്, അതായത് പ്ലീറ്റ്സ് ഇടാനുള്ള ഭാഗത്തേക്കുള്ള തുണിയാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടായിരുന്നത്. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഇതാദ്യം നമ്മൾ 2 പീസാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 പീസും കൂടിയിട്ട് നമ്മളത് ഒന്നിച്ച് ജോയിൻ ചെയ്തു. നമുക്കത് ഫ്രില്ല് ഇടാൻ വേണ്ടിയിട്ടാണ്, 2 പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 15 ഇഞ്ച് ഇറക്കത്തിൽ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വണ്ണം ഉള്ളവരാണെങ്കിൽ ഈ പ്ലീറ്റ്സ് ഇടുന്നതിൻ്റെ കൂടുതൽ പ്ലീറ്റ്സുകൾ ഇടാണ്ട് കുറച്ച് അകലെ ഇട്ടിട്ട് വളരെ കുറച്ച് പ്ലീറ്റ്സ് ഇട്ടിട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വണ്ണം കുറഞ്ഞ് തോന്നിപ്പിക്കും. അതേസമയം നിങ്ങൾ വണ്ണം തീരെ മെലിഞ്ഞവരാണെങ്കിൽ അടുപ്പിച്ച് പ്ലീറ്റ്സ് ഇടാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ച് മെറ്റീരിയലിൻ്റെ അളവ് കൂടുതൽ എടുത്താൽ മതി, വാങ്ങിയാൽ മതി. അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലീറ്റ്സിൻ്റെ എണ്ണം കൂട്ടാൻ പറ്റാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മെലിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്കത് വണ്ണം തോന്നിക്കാൻ നല്ല ഭംഗിയായിട്ട് വരും. അതേസമയം നിങ്ങൾ വല്ലാതെ വണ്ണം ഉള്ളവരാണെങ്കിലും ഈ കുർത്തി യൂസ് ചെയ്യാൻ പറ്റും. അത് ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ കുറച്ച് പ്ലീറ്റ്സിൻ്റെ എണ്ണം കുറച്ചിട്ട് ആ രീതിക്ക് അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ണം ഉള്ളവർക്ക് അത് അത്ര അധികം വണ്ണമില്ലാതെ മെലിഞ്ഞ രീതിയിൽ തോന്നുന്ന രീതിയിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയാണ് അങ്ങനെ ചെയ്താൽ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ടോപ്പിന് ചെറിയൊരു അളവിലാണ് എടുത്തിരിക്കുന്നത്. നൈറ്റി ബിറ്റ് കൊണ്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് തടം വന്നിട്ട് വളരെ കുറച്ചേ ഉള്ളൂ. നൈറ്റി ബിറ്റിന് തടം കുറവാണ്. തടം കൂടുതലുള്ള തുണി വാങ്ങിക്കുകയാണെങ്കിലാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. തടം കൂടുതലുള്ള തുണി വാങ്ങിക്കാൻ കിട്ടും. നൈറ്റി ബിറ്റ് ആകുമ്പോൾ തടം കുറവാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രിൻറ്റഡ് വർക്ക് കണ്ടിട്ടാണ് നമ്മൾ ഇതിനനുസരിച്ച് ചെയ്തത്. മാത്രമല്ല ഇതിന് ഇറക്കം നമ്മൾ കുറച്ച് കുറവാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള എത്രയും ഇറക്കം നിങ്ങൾക്ക് താഴത്തേക്ക് എത്രത്തോളം ഫുൾ ലെയറിൽ കിടക്കണോ, ഫ്ലൈയേർഡ് കുർത്തി പോലെ താഴത്തേക്ക് നമ്മുടെ കണ്ണിക്കാലിനൊപ്പം നിൽക്കുന്ന രീതിക്ക് നിൽക്കണോ, കാൽമുട്ടിനൊപ്പം നിൽക്കുന്ന രീതിക്ക് ചെയ്യണോ അത് ചെയ്യാം. മുക്കാലിക്ക് നിൽക്കുന്ന ഫ്രോക്ക് പോലെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ മുട്ടിന് തൊട്ട് താഴെ നിൽക്കുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ഇതിനെ ഇറക്കം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. നമ്മളിതിൽ ഇറക്കം കുറവെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് നിങ്ങളുടെ ഇറക്കം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മുകൾ ഭാഗത്തെ പാർട്സിൽ നമ്മൾ എടുത്തിരിക്കുന്ന അളവിന് കഴിഞ്ഞ ശേഷം താഴേക്കുള്ള ഭാഗത്തേക്ക് 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയാൽ മതി. നിങ്ങൾക്ക് മൊത്തം ടോട്ടൽ എത്ര വേണം, മുകളിൽ എത്ര കിട്ടിയിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കുക. തയ്ച്ച ശേഷം മുകളിൽ എത്ര കിട്ടിയിട്ടുണ്ടോ, താഴേക്കുള്ള ഈ ഇറക്കം എടുക്കാനായിട്ട് അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയാൽ മതി കേട്ടോ. അത്രയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇറക്കം നമുക്ക് കിട്ടുന്നതാണ്. താഴ്ഭാഗം നമ്മൾ ഇതുപോലെ മടക്കി അടിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ഇതുപോലെ താഴ്ഭാഗം നമ്മൾ മടക്കി അടിക്കുകയാണ്. ഒന്നിച്ച് നിങ്ങൾക്ക് മടക്കി അടിക്കുന്ന രീതിയിൽ മടക്കി അടിക്കാൻ തരുന്ന നടുവല്ല, 2 പ്രാവശ്യം കാലിഞ്ച് വെച്ചിട്ട് അരയിഞ്ച് അങ്ങനെ ടോട്ടലി ഒന്നിച്ച് മടക്കി അടിക്കാം. ഇത് നമ്മൾ കൂടുതൽ വളരെയധികം എന്താ പറയുക കുറവ് എടുക്കുന്ന രീതിയിൽ താഴ്ഭാഗത്ത് നമുക്ക് ഫ്രോക്കിനൊക്കെ അടിഭാഗത്ത് നമ്മൾക്ക് ഇങ്ങനെ ലോക്ക് ചെയ്ത് കിട്ടില്ലേ, അത് ചെയ്യണ പോലെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഒരു നൂല് നമ്മൾ ഇങ്ങോട്ടേക്ക് തുണി ആദ്യം മടക്കി ഇങ്ങനെ അറ്റം വരെ ഫുൾ റൗണ്ട് എത്തിക്കുക. അതിന് ശേഷം വീണ്ടും അഗെയിൻ ഒരു നൂല് തുണി വീണ്ടും മടക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല രസമാണ് അതിൻ്റെ താഴ്ഭാഗം കാണാനായിട്ട്. താഴ്ഭാഗത്ത് നമുക്ക് ഫ്രോക്കൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ചെയ്യില്ലേ, നമുക്ക് ഇൻ്റർലോക്കോ ഓവർലോക്കൊക്കെ ചെയ്യില്ല, ആ രീതിക്ക് അനുസരിച്ച് എടുക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മടക്കി അടിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ രീതിയിൽ മടക്കി അടിച്ചാൽ മതി വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്ന് കാലിഞ്ച് വെച്ച് വീണ്ടും മടക്കി അടിച്ചാൽ മതി. അങ്ങനെ ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾക്കത് കംഫർട്ടബിലിറ്റി ആണെങ്കിൽ കൂടുതൽ ഭംഗി തോന്നിക്കുകയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ മതി. കുറച്ച് ഭംഗി കൂടുതൽ കിട്ടുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ്
കേട്ടോ. അതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് അടിക്കുന്നത്. ഇങ്ങനെ ഇപ്പം നമ്മൾ ഒരു റൗണ്ട് തയ്ച്ചെത്തിച്ചു. അതിന് ശേഷം വീണ്ടും അഗെയിൻ അത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒരു നൂലിങ്ങനെ മടക്കി അടിക്കണം വേണ്ട. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോഴാണ് കുറേ കൂടി നല്ല ഭംഗിയായിട്ട് കിട്ടുക. ഈ രീതി തന്നെയാണ് നമ്മൾ മുകൾ ഭാഗത്ത് അമ്പറിലേക്കും എടുക്കുന്നത്. അങ്ങനെ അടിക്കുമ്പോൾ നമുക്കതിൻ്റെ പെർഫെക്ഷൻ നമ്മൾ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടൊരു ഇൻ്റർലോക്കോ ഓവർലോക്കോ ഒന്നും തന്നെ ചെയ്യേണ്ടി വരില്ല. അത്രയും ഭംഗിയാണ് കേട്ടോ അത് ചെയ്യുന്നത് കാണാൻ. പിന്നെ നമ്മളിങ്ങനെ ചോക്ക് പൊടിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എന്നിട്ട് താഴ്ഭാഗം ഇങ്ങനെ ഷാളൊക്കെ തിരുത്തടിക്കില്ലേ, ആ ഒരു രീതി അടിക്കുന്ന രീതി തന്നെയാണ് കേട്ടോ അത് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയാണ് ചെയ്യണമെങ്കിൽ. അതുകൊണ്ടാണ് നമ്മൾ 2 പ്രാവശ്യമായിട്ട് ഇതുപോലെ അടിക്കുന്നത്. ഇങ്ങനെ തയ്ച്ചെടുക്കുന്നത്. ഇങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക പെർഫെക്ഷനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ടോപ്പിൻ്റെ ഭാഗത്തിൽ ഇതിനെ റൗണ്ട് സർക്കിളായാലും അമ്പറിൽ നമ്മൾ എടുത്തിട്ടുണ്ടായില്ല. നമുക്ക് ഇതിടുമ്പോൾ നമുക്ക് ഷാളൊന്നും ഇടേണ്ട. ഷാൾ ഇടുന്നതിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു കുർത്തി ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമാണ്. ഷാൾ വേണ്ട ആവശ്യം വരുന്നില്ല. ഇതേ രീതി തന്നെയാണ് നമ്മൾ നേരത്തെ താഴ്ഭാഗത്ത് പ്ലീറ്റ്സ് ഇട്ട് ചെയ്ത അതേ രീതി തന്നെയാണ് ഈ സർക്കിളിന് ചുറ്റും കവർ ചെയ്യുന്നത്. ഇത് നമ്മൾ ഓവർലോക്ക് ചെയ്യുന്നില്ല, ഓവർലോക്കും ചെയ്യണില്ല, ഇൻ്റർലോക്കും ചെയ്യണില്ല. നമ്മളിത് സാധാരണ രീതിയിൽ ഇതുപോലെയാണ് ചെയ്യുന്നത്. കുറച്ച് മുമ്പ് ചെയ്തതുപോലെ തന്നെ ഒരു നൂലാണ് നമ്മളിങ്ങനെ മടക്കിയെടുക്കുന്നത്. അതും കൂടെ അടിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആണ് കേട്ടോ ഈ സ്റ്റിച്ച്. ഇത് ശരിക്കും ഓവർലോക്കും ഇൻ്റർലോക്കും ചെയ്യണതിന് പകരമാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ തുണി ഷാൾ ഭാഗമൊക്കെ തിരത്തടിക്കുന്നതിന് പകരം ചെയ്യാവുന്ന ഈ ഒരു സൂത്രപ്പണിയാണ് കേട്ടോ അത്. പക്ഷേ 2 പ്രാവശ്യം ചെയ്യേണ്ടി വരുന്നു. പിന്നെ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം ഒരു നൂലെന്ന് പറഞ്ഞാൽ 4 ഇഞ്ചിൻ്റെയും പകുതിയാണല്ലോ വരുന്നത്. അതിൽ കൂടെ തയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ. നല്ല ഭംഗി തന്നെയാണ് ഇത് ചെയ്ത് വരുമ്പോൾ. അതിൻ്റെ ഫിനിഷിങ് നല്ലതാണ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളത് ചെയ്തെടുക്കുകയാണ്. റൗണ്ട് ചെയ്യുമ്പോൾ പതിയെ തന്നെ ചെയ്യണം. വളരെ ഫാസ്റ്റായിട്ട് ഓടിപ്പിച്ച് ചെയ്യരുത്. അപ്പോൾ നമുക്ക് കയറി ഇറങ്ങിയ പോലെ നിൽക്കും. അതായത് നമ്മൾ തയ്ച്ച് വരുമ്പോൾ അത് നമ്മുടെ റൗണ്ടിൽ നിന്ന് വിട്ടിട്ട് പുറത്തേക്ക് പോരും. അത് ചെയ്യാതെ വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെ ലേശായിട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ ശരിക്കും ഇൻ്റർലോക്ക് ഓവർലോക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആ ഒരു പൊടി ഭാഗത്ത് തുമ്പത്ത് കൂടെ ചെയ്ത് വന്നില്ല. ആ ഒരു ഫിനിഷിങ് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രസത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു നൂലുക്ക് തന്നെയാണ് നമ്മൾ തയ്ച്ച് പോകുന്നത്. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആണ്. നമ്മൾ ഇതുപോലെയാണ് കേട്ടോ പിടിക്കുന്നത്. കണ്ടോ, റൗണ്ട് ഇതുപോലെയാണ് കേട്ടോ പിടിക്കുന്നത്. നമ്മൾ അടുപ്പിച്ച് പിടിച്ച് കാണിച്ചു തരാണ്. ഇതുപോലെയാണ് നമ്മൾ ഫുള്ള് ഒരു റൗണ്ട് അടിച്ചത്. ആ റൗണ്ട് അടിച്ച ശേഷം വീണ്ടും അഗെയിൻ ഇതേപോലെ തന്നെയാണ് വീണ്ടും നമ്മൾ റൗണ്ട് ചെയ്ത് അടിക്കുന്നത്. 2 പ്രാവശ്യമാണ് കേട്ടോ ഇതേപോലെ സർക്കിൾ ചെയ്യുന്നത്. അതൊരു നൂലിക്ക് തന്നെ തയ്ക്കണമെങ്കിൽ ഇങ്ങനെ ഒരു തുമ്പ് ഭാഗം മാത്രം ഇങ്ങനെ സർക്കിളാക്കി എടുക്കുക. അതിനുശേഷം സമയത്തിരി കൂടുതൽ എടുക്കണം. പതിയെ ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോൾ അത് അത്ര പെർഫെക്ഷൻ ആവില്ല. അപ്പോൾ ഇത് പതിയെ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫുൾ സർക്കിളായിട്ട് നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് തയ്ക്കാം. പ്രിൻസസ് കട്ട് മോഡലാണ് ചെയ്ത് വച്ചിരിക്കുന്നത്. ഇതിൽ നമ്മൾ അടയാളം ഇട്ട് വെച്ചിട്ടുണ്ട്. ഓരോ ഭാഗത്തേക്ക് ഒരു സൈഡിലേക്ക് വരേണ്ട ഭാഗത്തേക്ക് ഒരു വര വരച്ചിട്ട് മറ്റേ സൈഡിലേക്ക് വരേണ്ട ഭാഗത്തേക്ക് 2 വര വരച്ചിട്ടുണ്ട്. അത് വശം മാറിപ്പോവാതിരിക്കാൻ ഇങ്ങനെ ഒരു അടയാളം ഇട്ട് വെക്കണം, അല്ലെങ്കിൽ സൈഡ് മാറിപ്പോകും. ഇത് ലൈനിങ് ഒക്കെ ഇട്ട് വരുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് സൈഡ് മാറിപ്പോകാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ട് നമ്മളെപ്പോഴും ലൈനിങ് ഉള്ളതാണെങ്കിലും ലൈനിങ് ഇല്ലാത്തതാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൻ്റെ നല്ല വശം വരാൻ കണ്ടു. അപ്പോൾ ഇത് 2 ഭാഗത്ത് ഇത് 2 ലൈൻ വരച്ചിട്ട് അപ്പോൾ ഈ ഭാഗത്തേക്കുള്ളതാണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ നല്ല വശവും വരുന്ന രീതിക്ക് മുകളിൽ നിന്ന് താഴെ വരെ 1/4 ഇഞ്ചിൽ പിടിച്ചിട്ട് താഴേക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തയ്ച്ചെടുത്തിട്ട് വരാം. അപ്പുറത്തത് മറ്റേ സൈഡിലേക്ക് ഒരു വര വരച്ചത് മറ്റേ സൈഡിലേക്കാണ്. ഇതിങ്ങനെ പതിയെ പിടിച്ചിട്ട് വല്ലാണ്ട് വലിക്കരുത്. ബാലൻസ് വരുന്നത് നമുക്ക് താഴ്ഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. നമ്മൾ തയ്ച്ച ശേഷം നമ്മളത് ഷേപ്പ് ആക്കി എടുക്കുമ്പോൾ അത് ശരിയായിക്കോളും. താഴെ ഭാഗം വന്ന് ചെറുതായിട്ടൊരു ഡിഫറൻസ് പോലെ കയറി ഇറങ്ങി നിൽക്കുന്നത് പോലെ നിൽക്കും. അത് നമുക്ക് തയ്ച്ച ശേഷം നമുക്ക് കറക്റ്റ് ചെയ്യാം കേട്ടോ.
അപ്പോൾ നമുക്കത് മുകളിൽ നിന്ന് 1/4 ഇഞ്ചിൽ തയ്ച്ച് പോരാം. കണ്ടോ, ഇത് കോൺ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഒപ്പം വെച്ച് പിടിക്കുക. അതിന് ശേഷം 1/4 ഇഞ്ചിൽ അതേപോലെ തുണി രണ്ട് ഭാഗം, താഴ്ഭാഗവും മുകൾ ഭാഗവും നമ്മൾ ഒരു എണ്ണം പോലും വലിച്ചു പിടിക്കരുത്. ഒപ്പം ആക്കുക എന്നത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഒപ്പത്തിനൊപ്പം വെച്ച് നിന്ന് ചെയ്യുന്നേ ഉള്ളൂ, അല്ലാതെ നമ്മളത് മുകൾ ഭാഗവും താഴ്ഭാഗവും വലിക്കുന്നില്ല. അങ്ങനെ ചെയ്താലാണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം പിടിച്ച് വലിച്ചാൽ ആ ഒരു വലിച്ചിൽ തയ്ച്ച ശേഷം അതൊരു അപാകതയായിട്ട് എടുത്ത് കാണിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 2 ഭാഗം വലിക്കാതെ തന്നെ വേണം ചെയ്യാനായിട്ട്. ഒപ്പം ആക്കി പിടിക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾക്ക് ഈ ചെരിവുകളിലൊക്കെ ഇങ്ങനെ ഓരോ നല്ലോണം ചെരിവുള്ള ഭാഗത്ത് ഇട്ടിട്ട് കൊടുത്താൽ മതി. അധികം ചെരിവില്ലാത്ത ഭാഗത്ത് അധികം വെട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട. ഇങ്ങനെ വെട്ടിട്ട് കൊടുത്തില്ല എങ്കിൽ നമ്മളത് പതിച്ചടിക്കുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല, ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടില്ല. അതിങ്ങനെ ഒരു പിടിച്ച് നിൽക്കുന്ന വലിഞ്ഞ് നിൽക്കണ പോലെ തോന്നും. അതൊരു വീർത്ത് നിൽക്കണ പോലെ, പൊന്തി നിൽക്കണ പോലെ, അങ്ങനത്തെ ഒരു അപാകത പോലെ തോന്നും. അപ്പോൾ ഇത് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് കൃത്യമായിട്ട് നല്ല ഭംഗിയിൽ ഫിനിഷിംഗ് ആയിട്ട് നിൽക്കുന്നത്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ തിരിച്ചിട്ടിട്ട് ഒരു നൂലുക്ക് വീതിയിൽ തയ്ക്കുക. അതിന് ശേഷം ഒന്ന് 1/4 ഇഞ്ചിൽ വീണ്ടും പതിച്ചടിക്കുകയും ചെയ്യാം. 2 പ്രാവശ്യം തയ്ക്കണം കേട്ടോ മുകൾ ഭാഗത്ത്. അതിന് കറക്റ്റ് ആ സ്റ്റിച്ചിൻ്റെ ആ ഒരു ഭാഗത്ത് തുമ്പത്ത് കൂടെ അടിക്കണം. അതിന് ശേഷം 1/4 ഇഞ്ചിലും പതിച്ചടിക്കണം. അങ്ങനെ 2 പ്രാവശ്യം അടിച്ചാലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. കണ്ടോ, നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തയ്ച്ചെടുക്കുമ്പോഴാണ് ആ പ്രിൻസസ് കട്ടിന് ഭംഗി ഉണ്ടായിരിക്കുക. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈഡിൽ നിങ്ങൾക്ക് പൈപ്പിങ്ങിൻ്റെ നൂലിട്ടിട്ടും ചെയ്യാം കേട്ടോ. ഈ സംഭവം നമുക്ക് ചെയ്യുമ്പോൾ നമ്മളിത് നല്ല വശം വരുന്ന രീതിയിലേക്ക് വെക്കുമ്പോൾ നമ്മൾ പൈപ്പിങ്ങിൻ്റെ നൂല് ഈ ഔട്ടറിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇട്ടിട്ട് വേണം പൈപ്പിംഗ് നൂല് ഇട്ട് ചെയ്യാൻ. അപ്പോഴാണ് നമുക്കത് എന്തുണ്ടാവുക, പുറത്തേക്ക് പൈപ്പിംഗ് നൂല് മാത്രമായിട്ട് കാണുന്ന രീതിയിലേക്ക് വരിക. നമ്മളങ്ങനെ ചെയ്തിട്ടുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. പൈപ്പിങ് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലുള്ള പൈപ്പിങ് ചെയ്തിട്ടുണ്ട്. ഇത് കാരണം കൊണ്ട് പുറത്തേക്ക് നിൽക്കുന്നതല്ലാത്ത രീതിയിലുള്ള പൈപ്പിങ്ങാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് പൈപ്പിംഗ് നൂലിട്ടിട്ട് ചെയ്യുന്ന പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ ഇതേപോലത്തെ ഒരു പ്രിൻസസ് കട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ നോക്കിയാൽ മതി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ലൈക്ക് അടിക്കാതെ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് അടിച്ച് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്താം കേട്ടോ. നമുക്ക് നമ്മുടെ അറിവിലേക്ക് കാണാം കേട്ടോ. നമുക്ക് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ലാത്തത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൂടുതൽ ആരും അധികം കമൻറ്റ്സ് എന്തെങ്കിലും ചെയ്യാറില്ല, കൂടുതൽ ലൈക്ക് ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ല ലൈക്സൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ലൈക്ക് ഓപ്പൺ ചെയ്ത് വയ്ക്കാത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ മാത്രം ലൈക്ക് അടിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ അങ്ങനെ ഓപ്പൺ ചെയ്ത് വയ്ക്കാത്തത്. ഒരാൾ ലൈക്ക് അടിച്ച് കണ്ടാൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം മറ്റാൾ ലൈക്ക് അടിക്കുക, അത് വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആർക്കാണോ ഇഷ്ടപ്പെട്ട അത്ര ആളുകൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടുല്ലോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്, എത്ര ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലൈക്കും ഡിസ്ലൈക്കും ഞാൻ കാണിക്കാത്തത്, ഓപ്പൺ ചെയ്ത് വെക്കാത്തത്. അത് പിന്നെ ലൈക്ക് അടിക്കാതെ കാണുന്ന കൂട്ടുകാരൊന്ന് ലൈക്ക് അടിച്ച് കാണാൻ ശ്രമിക്കുക. അപ്പോഴാണ് കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്ത് പോകുള്ളൂ കേട്ടോ. പിന്നെ മാത്രമല്ല നമ്മുടെ ചാനലിൽ സൂപ്പർ താങ്ക്സ് കിട്ടിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ട്. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊന്ന് സൂപ്പർ ചാനൽ നമ്മുടെ സൂപ്പർ താങ്ക്സ് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ലവിൻ്റെ ഒരു ഹേർട്ടിൻ്റെ ഷേപ്പായിട്ടുള്ളൊരു സംഭവം നമ്മുടെ ചാനലിൽ കിട്ടിയിട്ട് ഒരുപാട് മാസങ്ങളായി, ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തിലെ തറയി അത് കിട്ടിയിട്ട്. പക്ഷേ അതാരും അതങ്ങനെ നമ്മളിതിനെക്കുറിച്ച് ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ട് അതുകൊണ്ടായിരിക്കാം, അതാരും ശ്രദ്ധിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം. സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ സൂപ്പർ താങ്ക്സ് വഴിയായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനലിനെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതല്ലാതെ നമുക്കൊന്നും പറയാൻ ഒരു ഇതില്ല, നമുക്ക് ഓപ്ഷന് വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഹൈഡ് ചെയ്യാണ്ടാണ് കൃത്യമായിട്ടാണ് കാണിച്ചു തരുന്നത്. ഫുള്ളായിട്ട് നമ്മൾ നമ്മുടെ ആശയങ്ങളും കൂടിയും വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഓരോ ബോഡി ലാംഗ്വേജിലും നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ ഐഡിയാസും നമ്മൾ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്നും ഹൈഡ് ചെയ്ത് വയ്ക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാം ഫുള്ളായിട്ട് കാണിച്ചും തരുന്നുണ്ട്. ഓരോ ഭാഗവും കൃത്യമായിട്ട് കാണിച്ചും തരുന്നുണ്ട്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു വീഡിയോസൊക്കെ ഒന്ന് പിടിച്ചെടുക്കുന്നത്. അത് പിടിക്കാൻ തന്നെ ഒരാളുടെ സപ്പോർട്ട് വേണം. നമ്മൾ ട്രൈപോഡിൽ വയ്ക്കാൻ വെച്ചാൽ പോലും ഫുള്ളായിട്ട് എല്ലാ ഭാഗം എത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ സഹായത്താലാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ 2 പേര് സഹായിച്ചിട്ടൊക്കെയാണ് കേട്ടോ നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പറ്റുന്നവരൊക്കെ ഒന്ന് സൂപ്പർ താങ്ക്സ് വഴിയായിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിത് ക്രോസ് പീസ് കട്ട് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലീവിന് നമ്മളിപ്പോൾ ഈ അംബർല മോഡൽ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിൽ ഇന്നറിൽ നമ്മൾ സ്ലീവ് വെക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇതുപോലെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ മറച്ചിടുകയാണ് ചെയ്യുന്നത്. നമ്മളിത് 1.25 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ ഈ ക്രോസ് പീസിൻ്റെ വീതിയായിട്ട് എടുക്കാവുന്നതാണ്.
എപ്പോഴും ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുമ്പോൾ സൈഡ് ചെരിച്ച് കോണോട് കോൺ എന്ന രീതിക്ക് തന്നെ വേണം ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരിക്കലും പെർഫെക്ഷൻ കിട്ടില്ല. അത് മാത്രമല്ല അതിങ്ങനെ വലിയത്തില്ല. വലിയാതെ വരുമ്പോൾ നമുക്ക് അതിങ്ങനെ തിരിച്ചിടുമ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി അതൊന്നും കിട്ടത്തില്ല. അത് കിട്ടണമെങ്കിൽ ശരിക്കും ഒരു കോണിന് മറ്റൊരു സൈഡിലേക്ക് മറ്റൊരു കോണിലേക്ക് ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പ് പോലെ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ എടുക്കുമ്പോൾ മാത്രമാണ് നല്ല വലിച്ചിൽ നല്ല രീതിയിൽ കിട്ടത്തുള്ളൂ. അങ്ങനെ കിട്ടുമ്പോഴാണ് നല്ല പെർഫെക്ഷനിൽ നിൽക്കത്തുള്ളൂ. പിന്നെ നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ തയ്ച്ച ശേഷം നമ്മളിപ്പോൾ പ്രിൻസസ് കട്ടിന് ചെയ്തതുപോലെയൊക്കെ തന്നെ സാരി ബ്ലൗസിന് ചെയ്യുന്നതുപോലെ ഇപ്പോൾ ഇതേപോലെ തന്നെ ഒരു വെട്ടിട്ട് കൊടുക്കണം കേട്ടോ. ചെരിവുള്ള ഭാഗത്ത് നമ്മൾക്കത് മറച്ചിടുമ്പോൾ അതിൻ്റെ ഭംഗിക്ക് നിൽക്കണമെങ്കിൽ ഒന്ന് വെട്ടിട്ട് കൊടുത്ത ശേഷം പതിച്ചടിക്കുക കേട്ടോ. ഇങ്ങനെ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വീണ്ടും മടക്കി അടിക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റേതായ ഒരു വൃത്തിക്ക് നിൽക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങളത് അതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്യാതെയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ അതൊരു എന്താ പറയുക ഒന്ന് വീർത്തുന്തി നിൽക്കുന്നത് പോലെ കാണപ്പെടും. മാത്രമല്ല അതിൻ്റെ ഫിനിഷിങ്ങിൽ നിൽക്കത്തില്ല. അത് രണ്ടിൻ്റെയും അപാകത നിങ്ങൾക്കത് തയ്ച്ചിടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കട്ട് ചെയ്തിട്ടിടുമ്പോഴും കട്ട് ചെയ്യാതെ ഇടുമ്പോഴും രണ്ട് അന്തരമുണ്ട്. കൂടുതൽ ഫിനിഷിങ് കിട്ടണമെങ്കിൽ നമ്മളിതിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് തന്നെ ഇടണം കേട്ടോ. എന്നിട്ട് ബാക്കി വന്നത് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് താഴ്ഭാഗം നമ്മൾ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു ചെറുതായിട്ട് ഒരു സൈഡ് ഭാഗത്തു നിന്ന് അങ്ങോട്ട് തുടങ്ങി ആ ഷേപ്പ് എടുത്ത് താഴെ എത്തുമ്പോൾ ചെറുതായിട്ടൊരു താഴ്ഭാഗത്തുനിന്ന് ഒരു ഭാഗം ഇറങ്ങി നിൽക്കുക, ഒരു ഭാഗത്ത് കയറി നിൽക്കുകയും ചെയ്യും. അത് നമ്മൾ ഷേപ്പ് ചെയ്ത് തന്നെ എടുക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഫിനിഷിങ്. നമ്മൾ ഷേപ്പ് ചെയ്തെടുത്ത ശേഷം വേണം നമ്മൾ താഴെ ഭാഗം പാർട്സ് ജോയിൻ ചെയ്യാൻ കേട്ടോ. അത് നമ്മൾ മറക്കരുത്. പിന്നെ നമ്മളിത് രണ്ട് രീതിക്ക് ചെയ്യാം കേട്ടോ. ഈ സൈഡ് ജോയിൻ ചെയ്യുന്നത് സൈഡ് നമുക്ക് ഒരു സൈഡ് മാത്രം ജോയിൻ ചെയ്ത ശേഷം മറ്റേ സൈഡ് ഓപ്പൺ ചെയ്ത് വെച്ച ശേഷം പ്ലീറ്റ് ഇട്ടിരിക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഒരു സൈഡ് ഫുൾ ഓപ്പൺ ചെയ്തിട്ടിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ രണ്ട് സൈഡും നമ്മൾ നമ്മുടെ താഴ്ഭാഗത്തെ പ്ലീറ്റ്സ് വരുന്ന ഭാഗം ഇതുപോലെ രണ്ട് സൈഡും ക്ലോസ് ചെയ്ത ശേഷം, അതായത് രണ്ട് പീസ് ജോയിൻ ചെയ്തിട്ടാണല്ലോ നമ്മൾ പ്ലീറ്റ്സ് ഇട്ടത്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്ത് സർക്കിളാക്കി വെച്ച ശേഷം നമുക്ക് ചെയ്യാം. അല്ലാതെയും നമുക്ക് ചെയ്യാം. രണ്ട് രീതിക്കും നമുക്ക് ചെയ്യാം. ഫുൾ സർക്കിളാക്കി വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ 4 സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഞെറിയൊക്കെ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. അങ്ങനെ പറ്റും. അല്ല എങ്കിൽ ഒരു സൈഡ് ഇതുപോലെ ചെയ്തിട്ട് ഒരു സൈഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഒരു തെറ്റത്ത് പ്ലേറ്റിൻ്റെയും ഒരു തെറ്റത്തു നിന്ന് ഇതിട്ട് മുകൾ ഭാഗത്തെ ടോപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റത്തു നിന്ന് തന്നെ ഒന്നിച്ച് ചെയ്യാം. നല്ല വശം വരണ രീതിക്ക് വെച്ച് ചെയ്യാം കേട്ടോ. അങ്ങനെ നല്ല വശം ഒപ്പം വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് അറ്റം തൊട്ട് അറ്റം വരെ ചെയ്ത് വരാം. അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ നമ്മുടെ ശരിക്കുള്ള വേസ്റ്റ് മെഷർമെൻറ്റിൻ്റെ എത്ര ഭാഗം ഷേപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ ആ അളവ് എത്രയാണോ അതിലേക്ക് കറക്റ്റ് നമ്മുടെ അളവിലേക്ക് നമ്മൾ രണ്ട് സൈഡും ക്ലോസ് ചെയ്ത ശേഷമാണ് ചെയ്യുന്നത്. നമുക്കത് മുന്നേ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ മാത്രമല്ല ഈ സൈഡ് വശങ്ങൾ അടിക്കുന്നതിനേക്കാട്ടിലും മുന്നേ തന്നെ നിങ്ങൾക്ക് അംബ്രല്ല ഫസ്റ്റ് വയ്ക്കാം. അത് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. നിങ്ങളിത് പ്രാക്ടീസ് ഉള്ളവർക്ക് രണ്ട് സൈഡും അടിച്ച ശേഷവും വെച്ചാലും കുഴപ്പമില്ല. അല്ലാത്തവർക്ക് ഇപ്പോൾ നമ്മൾ ഈ സൈഡ് അടിക്കുകയാണെക്കാട്ടിലും മുന്നേ തന്നെ നമ്മുടെ നെക്ക് ഭാഗം നമ്മൾ അംബ്രല്ല ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ടായിരിക്കും. നമുക്കിങ്ങനെ നമ്മൾക്ക് നമ്മുടെ മെഷീനിൽ ഇട്ടിട്ട് തയ്ക്കാനുള്ളൊരു കംഫർട്ടബിലിറ്റി കുറച്ചും കൂടി കൂടും സൈഡ് ജോയിൻ ചെയ്യണേക്കാട്ടിലും മുന്നേ കേട്ടോ. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഫസ്റ്റ് അത് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, രണ്ടാമത് ഇത് സൈഡ് ജോയിൻ ചെയ്യാം. അല്ല നിങ്ങൾ സൈഡ് ജോയിൻ ചെയ്ത ശേഷം ഇത് ചെയ്യണമെങ്കിലും ചെയ്യാം. കുറച്ച് ടഫാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ രണ്ടാം പ്രാവശ്യം സൈഡ് ജോയിൻ ചെയ്ത ശേഷം ചെയ്യുമ്പോൾ ഇത്തിരി പ്രയാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ പൊട്ട വശത്ത് നല്ല വശം വെച്ച ശേഷമാണ് നമ്മളിത് തയ്ക്കേണ്ടത്. ഈ അംബ്രല്ല നമ്മൾ ബോഡി പാർട്സിൻ്റെ പൊട്ട വശത്ത് നമ്മൾ അംബ്രല്ലയുടെ നമ്മൾ കഴുത്തുമ്പോൾ വെക്കുന്ന അംബ്രല്ല നല്ല വശമാണ് ചേർക്കേണ്ടത്. ഓക്കെ, അത് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങിയാൽ തിരിച്ച് റൗണ്ട് അതേ ഷോൾഡറിൻ്റെ അറ്റം വരെ തിരിച്ച് റിട്ടേൺ എത്തുന്നത് വരെ നമ്മളവിടം വരെ തയ്ച്ചെടുക്കുക. ഇതുപോലെ കറക്റ്റ് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഈക്വലായിട്ട് വയ്ക്കുക, ഒരു അടയാളം വയ്ക്കുക കേട്ടോ. ഒന്ന് വരച്ച് കൊടുക്കുക. നമ്മൾ ആദ്യം തന്നെ ഈ അംബ്രല്ലേനെയും അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഭാഗം ഞാൻ ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് പോയിൻ്റ് ഇട്ട് കൊടുക്കുക. അതേപോലെ ജസ്റ്റ് ഒന്ന് വെട്ടിട്ട് കൊടുക്കുക, നോച്ചസ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ചോക്ക് കൊണ്ടൊന്ന് രണ്ട് സൈഡൊന്ന് വരച്ച് കൊടുക്കുകയും ചെയ്താലും മതി. എന്ന ശേഷം നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് 1/4 ഇഞ്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ തയ്ച്ചെടുക്കുക. 1/4 ഇഞ്ചിനും കൂടാൻ പാടില്ല കേട്ടോ.
അളവ് കൂടരുത്, കയറി ഇറങ്ങിയ പോലെ നിൽക്കും കഴുത്ത്. ഒരു സൈഡ് കയറി ഒരു സൈഡ് ഇറങ്ങി എന്ന രീതിയിൽ നിൽക്കും കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ഒരേ അളവിൽ തന്നെ നമ്മുടെ കാണി, അതായത് റെഗുലേറ്റർ, നമ്മൾ കാണിയുടെ റെഗുലേറ്റർ നമ്മൾ കുറച്ച് ഏറ്റവും ചെറുതിലിടണം. അപ്പോഴാണ് ഏറ്റവും പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് ആവുക കേട്ടോ. നെക്ക് തയ്ക്കുമ്പോൾ പ്രത്യേകിച്ചും ആ മെഷീനിൽ ഏറ്റവും കുഞ്ഞ കാണിയിലിടുന്നത്, ഏറ്റവും കുഞ്ഞ കാണി ഏതാണോ അതിൽ തന്നെ ഇട്ടിട്ട് തയ്ക്കുക കേട്ടോ. അപ്പോഴാണ് കൂടുതൽ പെർഫെക്റ്റ്. ഇനിയിപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് മറക്കണേക്കാട്ടിൽ മുമ്പ് നമ്മൾ ചെയ്ത പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യുക. അതിനുശേഷം ചെയ്താൽ മതി കേട്ടോ. ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാൻ വേണ്ടി തിരിച്ചതാണ് കേട്ടോ. അത് നിങ്ങൾ ആദ്യമേ തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. നമ്മൾ തയ്ച്ചെടുത്ത അപ്പോൾ തന്നെ കൈയോടെ തന്നെ നമ്മളിതൊന്ന് ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഫുൾ സർക്കിളും കട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ ഗ്യാപ്പിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ പതിച്ചടിച്ച ശേഷം വേണം അപ്പുറത്തെ ഭാഗത്ത് ഒരു നൂലിക്ക് വീണ്ടും പതിച്ചടിക്കാൻ. അതായത് 2 പ്രാവശ്യം പതിച്ചടിക്കണം. അപ്പോഴാണ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കുകയുള്ളൂ കേട്ടോ. നമ്മളിതിങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ അടിഭാഗത്തെ 4 ഇഞ്ചിൻ്റെ തയ്യൽ തുമ്പും നല്ല വശവും നമ്മുടെ റൈറ്റ് ആംഗിളിലേക്ക് വരുന്നു എന്ന രീതിയിൽ നമ്മൾ ആദ്യം ഒരു നൂലിക്ക് തുമ്പത്തുകൂടെ പതിച്ചടിക്കണം. അതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് ഫുൾ കടത്തിയിട്ട്, അപ്പോൾ കടത്തിയിടുമ്പോൾ നമുക്ക് എങ്ങനെയായിരുന്നു ഫ്രണ്ട് നല്ല വശത്തേക്ക് തന്നെ, നമ്മുടെ ബോഡി പാർട്സിന് നല്ല വശത്തേക്ക് തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന അമ്പർലയും നല്ല വശമായിട്ട് തന്നെ വരും. അതിന് ശേഷം വീണ്ടും അഗെയിൻ ഒരു നൂലിക്കും കൂടിയും പതിച്ചടിക്കുക. ഓക്കെ, അങ്ങനെ 2 പ്രാവശ്യം നമ്മൾ പതിച്ചടിക്കേണ്ടതുണ്ട്. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓരോ പ്രാവശ്യം പറഞ്ഞത് അപ്പോൾ തന്നെ ചെയ്യണം കേട്ടോ. അതായത് നമ്മൾ ആദ്യം 4 ഇഞ്ചിൽ തയ്ക്കുന്നു, അപ്പോൾ തന്നെ നമ്മൾ സൈഡ് ഇങ്ങനെ വെട്ടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ ശേഷം നമ്മൾ ആ 4 ഇഞ്ചും നമ്മളെടുത്ത അമ്പർലയും കൂടി റൈറ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിൽ ഇട്ടിട്ട് ഒന്ന് പതിച്ചടിക്കുന്നു. ശേഷം നമ്മൾ ആ തുണീനെ ഫുള്ളായിട്ട് നമ്മുടെ ഫ്രണ്ടിലേക്ക്, അതായത് ബോഡി പാർട്സിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ മുന്നിലേക്ക് എടുത്തു തരുന്നു. ഇതിന് ശേഷം വീണ്ടും ഒന്ന് ഫുൾ റൗണ്ട് പതിച്ചടിക്കുന്നു. അപ്പോൾ നമ്മുടെ നെക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫുള്ളായിട്ട് തയ്ച്ചെടുക്കേണ്ടത്. ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനത് 1-2 പ്രാവശ്യം പറഞ്ഞു എന്ന് മാത്രം. ഇതിങ്ങനെയൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ ഒരാകെ കൺഫ്യൂഷനാവും. നമ്മൾ ആ ഭാഗത്തേക്ക് തയ്ച്ചോ ഈ ഭാഗത്തേക്ക് തയ്ച്ചോ എന്ന സംശയം വരുന്നൊരു ഭാഗമാണ് കേട്ടോ ഇത്. അങ്ങനെ അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത്. നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങി ഫുൾ സർക്കിൾ തയ്ച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ വെട്ടിട്ട് കൊടുത്തു. 4 ഇഞ്ചിൽ തയ്ച്ചെടുത്ത ശേഷം നമ്മൾ വെട്ടിട്ട് കൊടുത്തു. എന്ന ശേഷം നമ്മൾ തയ്ച്ചതിൻ്റെ തയ്യൽ തുമ്പും നമ്മൾ ഈ അമ്പർലയുടെ ഭാഗം റൈറ്റിലോട്ട് വരുന്ന രീതിയിൽ നമ്മളൊന്ന് പതിച്ചടിച്ചു. എഗെയിൻ നമ്മൾ ഫുള്ളും ബോഡി പാർട്സ് നല്ല വശം വരുന്ന രീതിയിൽ നോർമലി പുറത്തേക്ക് കാണുന്ന രീതിയിൽ ആ ഡ്രസ്സ് തയ്ച്ച് കഴിഞ്ഞ ശേഷം എങ്ങനെ പുറത്തേക്ക് വരുന്ന ആ രീതിയിൽ അതിൽ മറിച്ചിട്ട് ഫുള്ളായിട്ട് നിവർത്തിയിട്ട ശേഷം മുകളിൽ കൂടെ ഒന്നും കൂടി ഒന്ന് പതിച്ചടിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇങ്ങനെ നല്ല വശം നമ്മുടെ 2 സൈഡും ജോയിൻ ചെയ്തത് മുകളിലെ അമ്പർല മനസ്സിലായില്ലേ. നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്പർല തയ്ച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. മുകൾ ഭാഗം പതിച്ചടിക്കുമ്പോൾ ഫുള്ള് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടില്ല മുഴുവനായിട്ട്. അപ്പോൾ നമ്മൾ തയ്ച്ചെടുക്കട്ടെ. അതിന് ശേഷം നമ്മൾ ഫുള്ള് തയ്ച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡർ ഭാഗത്തുണ്ടല്ലോ കറക്റ്റ് സെൻറ്റർ വെച്ചിട്ട് നമ്മളൊന്ന് നിവർത്തിയിട്ട്, അങ്ങനെ നമ്മളിപ്പോൾ നിവർത്തിയിട്ടല്ലോ ഈക്വലായിട്ട് ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം ഫ്രണ്ടിലേക്ക് നിവർത്തിയിട്ട ശേഷം നമ്മൾ അവിടെ ഒന്ന് ഒരു ചോക്ക് വെച്ച് വരച്ച ശേഷം നമ്മൾ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് മാത്രം നമ്മൾ ഉൾസൈഡിലൊന്ന് തയ്ക്കുക. അങ്ങനെ തയ്ക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നിൽക്കും. അതൊരു പെർഫെക്ഷൻ കൂടുതലായിട്ട് നിൽക്കും കേട്ടോ. അങ്ങനെ കൂടുതൽ അത് തയ്ച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാൽ തയ്ക്കുമ്പോൾ കുറച്ചും കൂടിയും ഭംഗി കൂടുതലുണ്ട്. കറക്റ്റ് ആ ഷോൾഡറിൻ്റെ അവിടെ നിൽക്കുമ്പോൾ അതിങ്ങനെ കാറ്റത്തൊക്കെ ഇങ്ങനെ വല്ലാണ്ട് പൊന്തി പോകത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. അതിപ്പോൾ കൃത്യമായിട്ട് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടായിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ ഷോൾഡർ 2 സൈഡ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നമ്മൾ ആ പാവാടയുടെ സൈഡും ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാം കേട്ടോ. ഫുൾ റൗണ്ട് സർക്കിൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞ ശേഷം 2 സൈഡും അടിച്ച് തന്നെയാണ് കേട്ടോ. ഫുൾ കവർ ചെയ്ത് തന്നെ രീതിയിൽ തന്നെയാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് ചോക്ക് കൊണ്ട് വരച്ച് കൊടുക്കുകയും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്ത് ഒരു അടയാളം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഈക്വലായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്ലീറ്റ്സ് കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും എളുപ്പമുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ സൈഡ് നമ്മൾ 2 പ്രാവശ്യം തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
2 പ്രാവശ്യം നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിപ്പോൾ ടോപ്പ് ഭാഗം 2 ഭാഗം സൈഡ് ക്ലോസ് ചെയ്തിട്ടാണല്ലോ വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ താഴ്ഭാഗം പ്ലീറ്റഡ് ഭാഗവും നമ്മളിതുപോലെ ക്ലോസ് ചെയ്തെടുത്തു. മനസ്സിലായോ? അതിനുശേഷം നമ്മൾ 4 ഭാഗത്തും നമ്മൾ ഓരോ പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് അരവണ്ണം കൂടുതൽ കുറവോ ഉണ്ടോ, ബോഡി പാർട്സിനേക്കാട്ടിലും കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. കുറവാണെങ്കിൽ നമ്മൾ ഒന്നും കൂടി എന്താ പറയുക, നമ്മൾ ഇട്ടിരിക്കുന്ന പ്ലീറ്റ്സ് കുറവാണെങ്കിൽ നമ്മൾ അത്രയും ബോഡി പാർട്സിൻ്റെ അത്രയും ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ 1-2 ഞെറി അഴിച്ചിട്ട് കൊടുക്കാം. അതേസമയം നമ്മുടെ മോൾ ഭാഗത്ത് ടോപ്പിൻ്റെ അത്രയും കിട്ടുന്നില്ല, അല്ല കൂടുതലാണ് നിൽക്കണമെങ്കിൽ 1-2 ഞെറി കൂടി കൂടുതലിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഒപ്പം തന്നെയാവുമല്ലോ. അപ്പോൾ ഞെറി കൂടിയാലും കുറഞ്ഞാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന. ഓക്കെ, ടോപ്പിൻ്റെ ബോഡി പാർട്ടിൻ്റെ ഭാഗത്തിൻ്റെ ഒപ്പം തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് അത് കൂടുതൽ ഞെറി കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും അന്ന് കുറയ്ക്കാം. കൂടുതലായാലും കുറവായാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോഴാണ് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഓവറായിട്ട് ഞെറി വരാണ്ടും ഓവറായിട്ട് ഞെറി ഇല്ലാണ്ടും വരാതിരിക്കുള്ളൂ. അതങ്ങനെയാണ് 4ആയിട്ട്, അതിനാണ് ഇപ്പോൾ നമ്മൾ 4ആയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഞെറി എന്താ പറയുക എത്തിയില്ല, താഴ്ഭാഗത്തെ പ്ലീറ്റ്സിൻ്റെ ഭാഗം നമ്മൾ ഞെറി ഇട്ടത് അളവ് തികയാതെ വന്നു. അപ്പം നമ്മൾ കുറച്ച് 1-2 ഞെറി അഴിച്ചിടുകയാണ് ചെയ്യുന്നത് കേട്ടോ, മുകൾ ഭാഗത്തിന് ഒപ്പം എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തെടുത്തു. ഇപ്പോൾ ഒപ്പായിട്ടുണ്ട്. ഇനി നമ്മളത് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയുണ്ട് കേട്ടോ. നിങ്ങൾക്ക് താഴ്ഭാഗത്തെ ഭാഗം നിങ്ങൾക്ക് ഇറക്കം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിനനുസരിച്ച് ചെയ്തോളൂ. നമ്മളിത് ഇറക്കം കുറവിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഭാഗം കണ്ടോ, പ്രിൻസസ് കട്ട് വരുന്നത് കണ്ടോ കറക്റ്റ് ഷേപ്പായിട്ട് നല്ല ഭംഗിക്ക് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് പ്രിൻസസ് കട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, പ്രിൻസസ് കട്ട് എടുത്തിരിക്കുന്നത് നല്ല ഷേപ്പാണ്, നല്ല ഭംഗി കിട്ടുന്നതാണ്. യോക്ക് ഭാഗം സെപ്പറേറ്റ് ചെയ്ത മോഡലാണ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗം അമ്പറിലാണ് നെക്ക് വന്നിരിക്കുന്നത്. നമ്മൾ സൈഡ് ഭാഗം ഇതുപോലെ നമുക്ക് വൃത്തിക്ക് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ക്രോസ് പീസ് ജോയിൻ ചെയ്തിട്ട് നമ്മൾ തയ്ച്ച് മാർക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.